എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം. മുഹൂർത്തമപി ജീവേത നര ശുക്ലേന കർമ്മണ ന കൽപ്പമപി കൃഷ്ണേന ലോകദ്വയ വിരോധിന. സുഭാഷിതം പറയുന്നത്, നീണ്ട കാലം ജീവിക്കുന്നതാണ് സംതൃപ്തമായ ജീവിതം എന്ന് കരുതുന്നത് അറിവില്ലായ്മയാണ്. ജീവിതത്തിൻ്റെ മഹത്വം ജീവിക്കുന്ന വർഷങ്ങളിലല്ല, ചെയ്തു തീർക്കുന്ന പ്രവൃത്തികളിലാണ്. മരണം ആദിശങ്കരരെ 32-ാം വയസ്സിലും യേശുക്രിസ്തുവിന് 35-ാം വയസ്സിലും വിവേകാനന്ദരെ 40-ാം വയസ്സിലും കൊണ്ടുപോയി. എന്നാൽ അവർ ജീവിച്ച കാലയളവിൽ ചെയ്ത ലോക നന്മ മനുഷ്യർ ഉള്ള കാലം വരെ അവരെ മഹാത്മാക്കളായി അനുസ്മരിക്കുന്നു. സുഭാഷിതം പറയുന്നു, നന്മ ചെയ്ത അല്പകാലത്തെ ജീവിതം തന്നെ ഉത്തമം, ദ്രോഹം ലോകർക്ക് നൽകുന്ന ദീർഘകാലം എന്തിന് എന്ന് ചോദിക്കുന്നു സുഭാഷിതം. മഹാകവി കുമാരനാശാൻ പറയുന്നു, സാധിച്ചു വേഗമഥവാ നിജജന്മകൃത്യം സാധിഷ്ടർ പോട്ടിക സദാ നിശിപാന്തപാദം ബാധിച്ചു രൂക്ഷശില വാഴ്വതിൽ നിന്നു മേഘ ജ്യോതിസ് തൻ ക്ഷണിക ജീവിതമല്ലി കാമ്യം. പറയുന്നതാണ്, നടന്നു പോകുന്ന വഴിപോക്കരുടെ കാല് നോവിച്ചും മുറിവേൽപ്പിച്ചും കാലാകാലം കിടക്കുന്ന പാറക്കല്ലിൻ്റെ ജീവിതത്തെക്കാളും എത്രയോ ശ്രേഷ്ഠവും അഭികാമ്യവുമാണ് രാത്രിയിൽ ഇരുട്ടത്ത് വഴി കാണാതെ ഉഴലുന്നവർക്ക് വെളിച്ചം നൽകുന്ന മിന്നലിൻ്റെ ക്ഷണിക ജീവിതം. എന്താണ് ഈ സുഭാഷിതം നമുക്ക് നൽകുന്ന ജീവിത പാഠം? നന്മ ചെയ്ത് കുറച്ചു കാലം ജീവിക്കുന്നതാണ് തിന്മ ചെയ്ത് വളരെ കാലം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് അല്ലേ? നമുക്ക് നന്മ ചെയ്തുകൊണ്ട് വളരെ കാലം ജീവിക്കാം. ഒന്നും ചെയ്യാതെ ജീവശവം പോലെ വലിച്ചു നീട്ടുന്നതിൽ എന്ത് കാര്യം? നമ്മുടെ ജീവിതം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതാകണം അല്ലേ? നമ്മൾ അരങ്ങൊഴിഞ്ഞു പോയ ശേഷവും മറ്റുള്ളവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മാതിരി നല്ല സ്മരണകൾ നൽകി പോവുക, ചിരഞ്ജീവികളാവുക. അതെ, നമുക്കറിയാം കുറേയധികം ചിരഞ്ജീവികളുണ്ട്. മരിച്ചിട്ടും മനുഷ്യരുടെ മനസ്സുകളിൽ ഇന്നും ചിരഞ്ജീവികളായി ജീവിക്കുന്നവരെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് ഒരു ജീവിതം സാർത്ഥകമാക്കേണ്ടുന്നത്. വെറുതെ മനുഷ്യനായി ജനിച്ചു, കുറേ നാൾ ഇവിടെ ജീവിച്ചു, കുറേ നാൾ മറ്റുള്ള അതിനെ പോലൊക്കെ തിന്നു കുടിച്ചു ഉറങ്ങി എണീറ്റു വംശവർദ്ധന ചെയ്തു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ മാത്രമാണ് ഒരാളിൻ്റെ ജീവിതം. ആരും സ്മരിക്കാൻ പോകുന്നില്ല, ആരും. ഇതെല്ലാം സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്, മറ്റു മൃഗങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യാസമായി മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത് മാതിരി, അവരുടെ മനസ്സിൽ എന്നും ജീവിക്കുന്നത് മാതിരി നമ്മൾ പോയാൽ നമുക്ക് എത്രയധികം പേരെ അറിയാം. മഹാത്മാഗാന്ധി നമ്മുടെ നാട്ടിന് സ്വാതന്ത്ര്യം വാങ്ങി തന്നുകൊണ്ട് ഇന്നും നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവായിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്നു. ഇത്ര വർഷങ്ങളായി അദ്ദേഹം പോയിട്ട്. അതേപോലെ എത്ര മഹാത്മാക്കൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു പോയവരെ എന്ന് സ്മരിക്കും. അവർക്ക് മരണമില്ല, അവരെന്ന് സ്മരിക്കപ്പെടും. അങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവരുടെ അങ്ങനെ പറയാറുണ്ട്, മറ്റുള്ളവരുടെ മനസ്സിൽ നീ ജീവിക്കുന്നുവെങ്കിൽ നിനക്ക് മരണമില്ല എന്ന് ഒരു വാക്യം കേട്ടിട്ടുണ്ട്. അതെ, പിന്നെ എങ്ങനെയാണ് മരണം ഉണ്ടാവുക അല്ലേ? എല്ലാവരും സ്മരിക്കുകയും എല്ലാവരും അതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ മരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടെന്ന് ആവശ്യമേ ഇല്ല. അപ്പം നമ്മുടെ ജീവിതം ചെറുതായിക്കോട്ടെ, തൊട്ടാവാടി പോലെ ചെറുതായിക്കോട്ടെ, പക്ഷേ അത് മറ്റുള്ളവരുടെ മനസ്സിൽ എന്നും മായാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാൻ. അപ്പോൾ അത് ഓർമ്മയിരിക്കട്ടെ, നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കി കളയരുത്, സാർത്ഥകമാക്കണം. അതുകൊണ്ട് അതാണ് സുഭാഷിതം പറഞ്ഞു തരുന്നത്. ജീവിക്കുന്നത് മുഹൂർത്തമാണെങ്കിൽ, ഒരു മുഹൂർത്തം മാത്രം ആണെങ്കിലും അത് നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക, മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം തേടുക എന്നുള്ളതാണ്. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.